വളരെ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയവും ആ വിഷയത്തിന് പല ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവ്സും ആ നറേറ്റീവ്സിനെ തുടർന്ന് തുടർച്ചയായിട്ട് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്കിപ്പോൾ ഈ വിഷയത്തിലുള്ളൂ. സാധാരണ രീതിയിൽ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ സ്ത്രീപക്ഷവാദികളും ഈ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പൊതു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, സെലിബ്രിറ്റികളല്ലാത്ത ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ അവരുടെ പേര് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആരാന്ന് പോലും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ചില ആൾക്കാർ, അതായത് ഉന്നത തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ഇന്നലകളിൽ കാണിച്ചു കൊണ്ടുവന്ന നെറുകേടുകൾ ഈ അവസാന നിമിഷം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈവും അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യം